തൃശൂർ പൂരം കലക്കിയതിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. തുടരന്വേഷണത്തിന് DGP മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു. തിരുവമ്പാടി ദേവസ്ഥയെ പ്രതിസ്ഥാനത്ത് നിർത്തി ADGP നൽകിയ റിപ്പോർട്ടും മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറി. അതേസമയം പൂരം ക്രമീകരണങ്ങളിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് തലസ്ഥാനത്ത് തിരിച്ചെത്തും. തലസ്ഥാനത്ത് തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും DGP കൈമാറിയ റിപ്പോർട്ട് പരിശോധിക്കുക. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറും. ആഭ്യന്തര സെക്രട്ടറി ആകും പിന്നീട് ഈ റിപ്പോർട്ടിൽ എന്ത് തുടർ നടപടി വേണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുക. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റമോ അല്ലെങ്കിൽ സസ്പെൻഷനോ അടക്കമുള്ള എന്ത് നടപടിയായാലും അത് ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കും ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുക. എന്തായാലും ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി എത്തിയ ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് കാണുക. എന്തായാലും നിർണായകമായ കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ടാണ്. അതായത് ADGP തലേ ദിവസം തൃശൂർ പൂരത്തിന്റെ തലേ ദിവസം തന്നെ തൃശൂരിലെത്തി ഈ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതായുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുശേഷം അതായത് തൃശൂർ പൂരത്തിന്റെ അന്നത്തെ രാവിലത്തെ ദിവസം തന്നെ ADGP ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ജനപ്രതിനിധികളുടെ യോഗം വിളിക്കുകയും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തതായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ അപ്പോഴും ഈ ADGP നടത്തിയ അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഏതാണ്ട് രാത്രി പുലർച്ചെയോടെയാണ് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത്. വെടിക്കെട്ട് വീക്ഷിക്കാനായി ആളുകളെ തൃശൂർ ഈ ശക്തൻ റൗണ്ടിൽ, അതായത് ആ റോഡിന്റെ തെക്കങ്കാട് മൈതാനത്തിനും ശക്തൻ റൗണ്ടിനും അതിനിടയിലേക്ക് കയറ്റരുതെന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. അതിനു മുമ്പ് തന്നെ ഈ രാത്രി ശിവേലിയൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഒക്കെ പോലീസുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആളുകളില്ലാതെ എന്തിനാണ് ഇങ്ങനെ പൂരം നടത്തുന്നത് എന്നടക്കമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രാവിലെയും പല ഘട്ടങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഉന്നത ഉദ്യോഗസ്ഥർ ആരും ഇടപെട്ടിരുന്നില്ല. പ്രത്യേകിച്ച് ADGP ആ ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല മറ്റ് ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥർ കൂടി ആ ജില്ലയിലുണ്ടായിരുന്നു. ഒന്ന് DIG ആയിട്ടുള്ള അജിത ബീഗവും IG ആയിട്ടുള്ള K സേതുരാമനും. ഇവർ രണ്ടുപേരും എന്ത് ഇടപെടൽ നടത്തി എന്ന കാര്യത്തിലും ഈ റിപ്പോർട്ടിൽ ഒരു പരാമർശവുമില്ല. എല്ലാ പഴിയും സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെയും തിരുവമ്പാടി ദേവസ്വത്തിന്റെയും തലയിൽ ചാരി വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ DGP വഴി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. ഇവർ ഈ 3 പേരുടെ പങ്കിനെ കുറിച്ച്, അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവർ എന്തു ചെയ്തു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരവുമില്ല. മാത്രമല്ല ഈ അന്നു തന്നെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം അന്ന് അവിടുത്തെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതായത് ഈ പരിചയസമ്പന്നരായിട്ടുള്ള കീഴുദ്യോഗസ്ഥരെ, അതായത് ACP DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ ഒന്നും ഈ തൃശൂർ പൂരം സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകൾക്ക് വിളിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അമിത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ചില ഉദ്യോഗസ്ഥർ SP-ക്ക്, ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായി ഇത്തരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. അത് കൂടുതൽ ഗൗരവമുള്ളതാകും എന്ന ഒരു മുന്നറിയിപ്പ് ഈ കീഴുദ്യോഗസ്ഥർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരുന്നു. അതിനെക്കുറിച്ചും ഒരു പരാമർശവുമില്ല. വെറുതെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില ആളുകൾ ഗൂഢാലോചന നടത്തി ഈ പൂരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു റിപ്പോർട്ട് മാത്രമാണ് നിലവിൽ ADGP DGP-ക്ക് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പരിഗണിക്കുക. എന്തായാലും കാര്യമായ അച്ചടക്ക നടപടിക്കൊന്നും സാധ്യതയില്ല. കാരണം പോലീസിൽ ഇവിടെ സർവീസ് ചട്ട ലംഘനമോ സുരക്ഷാ പ്രോട്ടോകോൾ ലംഘനമോ ഉണ്ടായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. അനുനയമില്ലായ്മയും പരിചയക്കുറവുമാണ് ഈ പൂരം അലങ്കോലപ്പെടാൻ കാരണമെന്നാണ് റിപ്പോർട്ടിന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കം. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. എന്തായാലും